ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് അല്ലുമോന് സ്കൂളില്ലാത്തതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ഞാൻ കിച്ചണിക്ക് വന്ന പാടെ കിച്ചണ് ഞാനണ്ട് തുടച്ചു. കുറച്ച് ദിവസമായിട്ട് എലിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട്. രാവിലെ നീച്ചരുമ്പോൾ എലിൻ്റെ 1ഉം 2ഉം എലി നമ്മളെ കിച്ചണിൽ വന്ന് സാധിച്ചിട്ടുണ്ടാവും. അത് കഴുകി മോറിൻ്റെ ശേഷമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കല്. അപ്പോൾ ഞാൻ അടിച്ചു വാരി തൊടുക്കാൻ നിന്നപ്പോത്തിന് പുട്ടിൻ്റെ പരിപാടി ഇമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങ ചേർത്തി പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കാമെന്ന് വിചാരിച്ചു. പുട്ട് നമ്മളോട് എപ്പോഴെങ്കിലും ഉണ്ടാക്കലുള്ളൂ. കാരണം ഇവർക്ക് പുട്ട് ഇഷ്ടമല്ല. പുട്ട് മാത്രമല്ല, ഇഡ്ഡലി, പുട്ട് അങ്ങനെയുള്ള ചില സംഭവങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ആണ്ടിനെ സംക്രാന്തിക്കൊക്കെ മാത്രമല്ല, ഇടയ്ക്കൊക്കെ എന്നാലും ഉണ്ടാക്കും. അപ്പോൾ ഞാനതൊക്കെ മോറിക്കാണ്ട് അതിനുള്ള പുട്ടിനുള്ള വെള്ളം വെച്ചുകൊണ്ട് എന്ത് വിചാരിച്ചു, മുറ്റം പോയി അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഏകദേശം മുറ്റടിച്ചു വരൽ അല്ലുമോന് സ്കൂൾക്ക് പോയതിൻ്റെ ശേഷമാണ്. അതായത് ഒരു 8:45, 8:50 ആ ഒരു ടൈമിൽ. ഇന്ന് ഞാനൊരു 6:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ, 6:45 അയക്കണം മുറ്റടിച്ചു വരുമ്പോൾ. അപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്. സാധാരണ എല്ലാം അല്ലുമോന് ശനിയാഴ്ചയും ഞായറാഴ്ച സ്കൂളിലല്ലോ. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം ഒന്നുകൂടെ പോയി കിടന്നുറങ്ങും. ഇന്ന് ഞാൻ ആ പരിപാടി ചെയ്തിട്ടില്ല കേട്ടാ. ഞാൻ വിചാരിച്ച് വേഗം കണ്ട് മുറ്റടിച്ചു വരികയല്ലേ, അതാണ് കഴിയല്ലോ എന്ന്. പിന്നെ ഉണ്ടല്ലോ, കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ കാക ഉറുമ്പാവും കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ ഈ പുളിയെറുമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കടിക്കണേ, അതിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആശാന്മാരും കണ്ടെത്തും. അപ്പോഴത്തേന് മുറ്റടിച്ചേറിൽ കഴിക്കണം എന്നാണ് എൻ്റെ പ്ലാന്. ഇനി ആസാനും നീച്ച് എന്നിട്ടാണ് മുറ്റടിക്കണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ കൂടെ ഇറങ്ങും. എന്നിട്ട് ഓനെ ഉറുമ്പ് കടിക്കും, ഞാൻ എടുത്തിടാൻ നിൽക്കണം. പിന്നെ ഉറുമ്പ് കടിക്കും, ഞാൻ എടുത്തിടാൻ നിൽക്കണം. അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ വെറുതെ എന്തിനാ അതിന് നിൽക്കണത്? നീക്കണതിൻ്റെ മുന്നേ തന്നെ അങ്ങോട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങോട്ട് മറന്നു പോയിടോ. പിന്നെ ഞാൻ പാത്രം കഴുകൽ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പാത്രമുള്ളൂന്ന്, എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രി തന്നെ ഫുള്ള് പാത്രങ്ങളും കംപ്ലീറ്റ് ആക്കി ഇമ്മ മോറിയിട്ടുണ്ടായിരുന്നു. അതായത് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഇന്നലെ എല്ലാം പാകത്തിനായിരുന്നു ഫുഡ്. അതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇമ്മ മോറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളുള്ളൂ. അപ്പോൾ അത് മോറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ. പിന്നെ ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് കൂന്തളാണ്. അതും കുഞ്ഞ കൂന്തൾ. എനിക്കുണ്ടല്ലോ ഈ മാന്തളും കൂന്തളും വലിയത് പറ്റൂല കേട്ടാ, ചെറുതേ ഇഷ്ടമുള്ളൂ. മാന്തളും പിന്നെയും കുറച്ച് വലിപ്പമുള്ളത് ഞാൻ കൂട്ടും. പക്ഷെ കൂന്തൾ എന്തോ എനിക്ക് വലിയ കൂന്തൾ ഇഷ്ടമല്ല. അതൊരു റബ്ബർ പോലെയല്ലേ. അപ്പം എനിക്കത് ഉണ്ടാക്കാനും മടിയാണ്, തിന്നാനും മടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞി കൂന്തൽ കണ്ടാൽ വാങ്ങിക്കൊണ്ടേന്ന് ഞാൻ പണ്ടെന്നോ കുന്മോനോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇന്നലെ രാത്രി ഒരു 2 കിലോ 1.5 കിലോ എന്തായാലും ഉണ്ടാവും കൂന്തൽ മേടിച്ച് തന്നിക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി അത് ചീനിക്കണ്. ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ അധികം ചെയ്യും. അതുകൊണ്ട് കുറച്ചൊന്നും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വലിയ ആവേശത്തിലാണ് ഈ കൂന്തളൊക്കെ ഉണ്ടാക്കുക. എനിക്ക് ചെമ്മീനും കൂന്തളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ക്ലീൻ ആക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവേശം കണ്ട് കുറയിട്ടാ. എന്തോ അത് പെട്ടെന്ന് എന്താ കഴിയാത്ത എന്നുള്ളൊരു ഒരു ത്വര വരും എനിക്ക്. അപ്പോൾ ചോറും കാര്യങ്ങളും സെറ്റാക്കണം, തുടച്ചിടും വേണം. എന്നിട്ട് വേണം എനിക്ക് കൂന്തൽമക്ക് നിൽക്കാൻ. ഇമ്മ അവിടെ ഇല്ല കേട്ടോ. ഉമ്മ എന്തോ പരിപാടി ഉണ്ട്, ഉമ്മ അങ്ങോട്ട് പോയിക്കണേ. അപ്പോൾ ഞാനും അസാനും ഇപ്പയും അല്ലും തന്നെ ഉള്ളു ഇവിടെ. കുഞ്ഞുമോനും ഇല്ല. അപ്പം കോട്ടക്കൊക്കെ ഇങ്ങോട്ട് പോവാണ്ട് പറഞ്ഞു. അതിൻ്റെ മുന്നേ എൻ്റെ പണിയെല്ലാം കഴിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. അല്ലെങ്കിൽ ഇവന്മാർ 2 ആളും കൂടി വൈകുന്നേരം വരെ എന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കും. നല്ല വികൃതിയാണ് 2 ആളും തമ്മിൽ. അപ്പം നമ്മൾ ഓരെങ്ങനെ നോക്കാൻ നിൽക്കണം. അങ്ങനെ വെള്ളം തിളച്ചു, ഞാൻ അരിയിട്ടു. തീയൊക്കെ അമ്മ പോകുമ്പോൾ തന്നെ സെറ്റാക്കിയിട്ടാണ് അമ്മ പോയിക്കണത്. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സെറ്റാക്കുന്നിടയിൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു പുറത്തുനിന്ന്. പോയൊക്കെ ഇപ്പം എന്താ ഇപ്പോൾ ഇത് കഥ, 2 ആളും കൂടി. എൻ്റെ വാഷിംഗ് മെഷീൻ കളിക്കാൻ തരുമോ എന്നാണ് അസാനും എന്നോട് ചോദിക്കുന്നത്. തരില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള ചാട്ടാണ് നിങ്ങളെ കണ്ടത്. പിന്നെ മഫും വെള്ളവും ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടിരുന്നു. അരി റേഷൻ അരിയാണ്, അതായിട്ട് കണ്ട് നമുക്ക് ഒടുക്കും പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പോകട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി തുടക്കും, പിന്നെ വന്നിട്ട് പിന്നെയും നോക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇത് വേവോളം ഇതിന് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയം അത്രയും പോകില്ലേ. അങ്ങനെ അരിയാണ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായി. ഇനി അത് ഊറ്റി വെച്ചാൽ മതി. ഈ റേഷൻ അരിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് വല്ലാണ്ട് വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടാവും. വെള്ളം കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതെന്തോ അലിഞ്ഞുകൊണ്ട് പോകും. ഇതിൻ്റെ 2ൻ്റെ ഇടയിലുള്ള ആ ഊറ്റിയിടൽ എനിക്കോട്ട് അറിയില്ല താനും. അത് ഉമ്മാക്ക് തന്നെ അറിയുള്ളൂ. ഞാൻ ഊറ്റിയിട്ടാൽ എന്തെങ്കിലും ഒരു തകരാറ് അതിന് സംഭവിക്കലുണ്ട്. പക്ഷേ ഇന്ന് ആ തകരാറില്ലാതെ ഊറ്റിയിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് കറക്റ്റ് പാകം നോക്കിയിട്ട് ഊറ്റിയിടുക എന്ന്. അങ്ങനെ ഞാനത് ഊറ്റിയിട്ടു. ഇനി ഇതിന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഈ റേഷൻ അരി ഉണ്ടെങ്കിലേ ചോറ് ഇറങ്ങുള്ളൂ. ആ അരി ഉണ്ടല്ലോ, എന്തോ എനിക്കത് ഇഷ്ടേ അല്ല. അതൊക്കെ എത്ര കറി പറഞ്ഞാലും എന്തോ എനിക്ക് ആ ഒരു ടേസ്റ്റ് തോന്നില്ലല്ലോ. അതുകൊണ്ട് ഈ റേഷൻ അരി മാത്രമാണ് ഞാനും കുഞ്ഞുമോനും ഒക്കെ കഴിക്കലിട്ടാ. ഇവിടെ ഒരുവിധം എല്ലാവർക്കും ഇതന്നെയാണ് ഇഷ്ടം. എൻ്റെ വരയിലും ഏകദേശം അത് തന്നെയാണ്. ഈ റേഷൻ അരിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ.
അതിൻ്റെ നമ്മളെ പെരൻ്റെ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ റേഷൻ അരി ചോറ് തന്നെ തിന്നണം എന്നാണ് എൻ്റെ ഒരു ഇതിട്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്കങ്ങനെ ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഞാൻ തുടക്കലാവൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ തുടക്കണത് എന്തെത്ര ബുദ്ധിമുട്ട് എന്നറിയോ? അസാനോ ഈ വെള്ളത്തിൽ കൈയിടും കാലിടും, ചിലപ്പോൾ അവൻ്റെ തല അതിൻ്റെ ഉള്ളിൽ കിടും. അപ്പോൾ അതുകൊണ്ട് ഓനെ ചീത്ത പറഞ്ഞാണ്ട് ഞാൻ തുടക്കണം. ഓന ബക്കറ്റിൻ്റെ അപ്പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കൈയിടണം കാലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറ്റൂലെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടക്കണത്. പിന്നെ ഇന്ന് കൂന്തൾ ഞാൻ ഫ്രൈ ആക്കിക്കാണ്ട് ഇനി ഉള്ളി അരിഞ്ഞുകാണ്ട് സെറ്റാക്കിയാൽ മതി. ഫ്രൈ ആക്കിക്കാണ്ടാണ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി ഞാൻ 3 എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ചെമ്മീനും കൂന്തളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ വേറെ കറി ഉണ്ടാക്കൂല, ഇവർ കൂട്ടൂല്ല. ചിക്കനും ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്, നമ്മൾ വെറുതെ കറി ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതവിടെ ബാക്കിയാവും. എന്നിട്ട് പിറ്റേന്ന് നമുക്കത് കൂട്ടാൻ തോന്നില്ല. എനിക്ക് കൂട്ടാൻ തോന്നില്ല കേട്ടോ പേഴ്സണലി, ഞാൻ അങ്ങനെയാണ്. എനിക്ക് തലേന്നക്കത്തത് പിറ്റേന്ന് കൂട്ടാൻ മീൻകറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ അല്ലാത്ത ഈ വെജിറ്റബിളിൻ്റെ സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്കങ്ങനെ കൂട്ടാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഓറ് മസാലയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഉള്ളി വയറ്റാട്ട് കൂന്തൾ ഓൾറെഡി ഫ്രൈ ആക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലോ ഗ്യാസ് ഇന്നോ നാളെ വെച്ചിട്ടാണ്. കഴിഞ്ഞ മാസം ഗ്യാസ് വണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഉമ്മ ഇപ്പം എന്തോ വേണ്ടാന്ന് പറഞ്ഞു, എന്തോ ഓർമ്മയിൽ ആൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഗ്യാസും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി വാങ്ങിയാൽ മതി. പക്ഷേ ഞങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇമ്മ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലോ, ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കുഞ്ഞുമോനെ, കാരണം ഫോണിലത്തെ മെസ്സേജ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉമ്മക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ വേണ്ട പറഞ്ഞത്. പിന്നെ അതിന് എൻ്റെ ഫോണ് വേണം താനും. അപ്പോൾ ഉമ്മാക്ക് എനിക്കൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അത്രയ്ക്കും ഉമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഗ്യാസ് എങ്ങാനും കയ്യോ എന്ന് എനിക്കിങ്ങനെ തോന്നി എൻ്റെ മനസ്സിക്ക്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിന് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് അരിഞ്ഞപ്പോൾ സംഭവം ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ബീട്രൂട്ടും കൂടി അങ്ങോട്ട് അരിഞ്ഞുണ്ടാക്കി. പിന്നെ അതാ കൂന്തൽ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം നല്ല വറ്റണം, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ വെള്ളം വല്ലാതെ വറ്റിക്കണില്ല കേട്ടോ. ഇവർക്കൊക്കെ ഇതിക്ക് എന്തായാലും കറി വേണ്ടി വരും, കുറച്ചെങ്കിലും നീര് വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ പപ്പടം ഞാൻ ഓൾറെഡി പൊരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പാത്രം എന്തോ തുറക്കാൻ കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ തുറന്ന് ഒന്നുകൂടെ വെറുതെ നോക്കി. ഞാൻ ചൂടോടുക്കനെ മൂടി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് തുറന്നുകൊണ്ട് അതിൻ്റെ ആവി കളഞ്ഞതാണ്. പിന്നെ കുഞ്ഞുമോൻക്കുള്ള ചോറ് ഇവിടെ വിളമ്പി ഞാനങ്ങോട്ട് സെറ്റാക്കി വെച്ചു. ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ, 12 മണി ആവുന്നുള്ളൂ നേരം. എന്നിട്ട് ഞാനങ്ങോട്ട് പോയി ഇരുന്നു. കുറച്ച് ടൈം ഇരുന്നിട്ട് ഇനി കുളിച്ചിട്ട് വേണം എനിക്ക് ചോറ് തിന്നാൻ. അങ്ങനെ കുളിയും പിന്നെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ നീച്ചു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെട്ട